ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വളരെ വിനയത്തോടെ സ്നേഹത്തോടെ പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 581 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ വിഷയം ഏകീകൃത സിവിൽ കോഡ് എന്താണ്? ഏകീകൃത സിവിൽ കോഡ് എന്ത് ആണ്? ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള സംവാദം വീണ്ടും ശക്തിപ്പെടുകയാണ്. ഇത് നടപ്പാക്കുന്നതിനെ കുറിച്ച് സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കേന്ദ്ര നിയമ മന്ത്രാലയം നിയമ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രകടന പത്രികയിൽ ലിംഗനീതിക്കായി ഒരു ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഇതേ സംബന്ധിച്ച് അന്തിമ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവകാശം ഇന്ത്യൻ പാർലമെന്റിനാണ്. ഇന്ത്യയിലെ പ്രധാന മതജാതി വൈജാത്യങ്ങൾക്കനുസരിച്ച് ഓരോ വ്യക്തിക്കും പ്രത്യേകമായ രീതിയിലുള്ള വ്യക്തി നിയമം നീക്കി എല്ലാ ഇന്ത്യക്കാർക്കും ഒരേ രീതി ബാധകമാക്കുന്ന പൊതു വ്യക്തി നിയമ സംഹിത ഉണ്ടാക്കണം എന്നതാണ് ഏകീകൃത സിവിൽ കോഡ്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന വാദമുഖം ഭരണഘടനയുടെ രൂപീകരണ കാലത്ത് 1947-50 ശക്തിപ്പെട്ടിരുന്നു. പിന്നീട് സുപ്രീം കോടതിയുടെ വിവിധ വിധി തീർപ്പുകളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അതിൽ പ്രധാനമായത് 1985 ഷാബാനു ബീഗം കേസാണ്. വിവാഹമോചനം നേടിയ മുസ്ലിം സ്ത്രീക്ക് സംരക്ഷണ ചെലവ് ലഭിക്കാനുള്ള അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചു. 1995 സരള മുഡ്ഗൽ കേസും 2000 ലില്ലി തോമസ് കേസും 2003 ജോൺ വള്ളമറ്റം കേസും സുപ്രീം കോടതി വിധി പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാക്കുവാൻ പാർലമെന്റ് മുന്നോട്ട് വരണം എന്ന താല്പര്യത്തോടെയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ കാര്യം അന്ന് പാർലമെന്റിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ബഹുമത സമൂഹ വൈവിധ്യങ്ങളിൽ ഏകീകൃത സിവിൽ നിയമം ഏകപക്ഷീയമായി നടപ്പിലാക്കിയാൽ വിവിധ തര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും 1996 പനേലാൽ ബൻസിലാൽ പാട്ടീൽ കേസിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അതിനാൽ ക്രിയാത്മകവും ഫലപ്രദവുമായ ചർച്ചകളിൽ സാവധാനത്തിൽ രൂപപ്പെടേണ്ടതാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള വിവരം ഇന്ത്യൻ ഭരണഘടനയിൽ 44-ാം വകുപ്പിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ കർശനമായി ഇത് നടപ്പിലാക്കണമെന്ന് വിധി പറയുവാൻ സുപ്രീം കോടതിക്ക് സാധിക്കത്തില്ല. നിർദ്ദേശക തത്വത്തിൽ നിയമസഭകൾക്കും എക്സിക്യൂട്ടീവുകൾക്കുമുള്ള നിർദ്ദേശങ്ങളാണ്. അത് ഉപയോഗിച്ച് തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുവാനുള്ള അധികാരം ഭരണഘടനാ വിഭാവനം ചെയ്യുന്നില്ല. രാജ്യത്താകമാനം പൗരന്മാർക്ക് ഒരു ഏകീകൃത സിവിൽ നിയമ സംഹിത പ്രാപ്തമാക്കുവാൻ സ്റ്റേറ്റ് യത്നിക്കേണ്ടതാണ്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മഹത്തായ ആദർശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ആണ് ഇത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടനയിലെ ഏകീകൃത സിവിൽ കോഡിനുള്ള നിർദ്ദേശം ഉള്ളപ്പോൾ തന്നെ ഹിന്ദു സമൂഹത്തിന്റെ അഭ്യുന്നതിക്കായി ഹിന്ദു വിവാഹ നിയമം 1955, ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം 1950, ഹിന്ദു ദത്തെടുക്കൽ പരിപാലന നിയമം 1956, ഹിന്ദു രക്ഷാകർതൃ നിയമം 1956 എന്നിവ ഉണ്ടാക്കിയത് ചരിത്രത്തിൽ വിസ്മരിക്കുവാൻ കഴിയുകയില്ല. ഇന്ത്യയെ ഒന്നായി വീക്ഷിച്ചിട്ടുള്ള സെക്കുലർ സ്വഭാവമുള്ള പ്രത്യേക വിവാഹ നിയമം 1872, വിവാഹമോചന നിയമം 1869, രക്ഷാകർതൃ നിയമം 1890, പിന്തുടർച്ചാവകാശ നിയമം 1925 നിലനിൽക്കുമ്പോഴാണ് ഇത്തരം പ്രത്യേക നിയമ നിർമ്മാണം നടന്നത്. ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന 51A മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വിഭാഗീയ ഭിന്നതകൾക്കതീതമായി ജനങ്ങൾ സൗഹാർദ്ദത്തിലും സാഹോദര്യത്തിലും അന്തസ്സോടെ ജീവിക്കണമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പൗരന്റെ മൗലിക കർത്തവ്യങ്ങൾ നീതിപൂർവം നിർവഹിക്കപ്പെട്ടാൽ വ്യക്തി
നിയമങ്ങളിൽ ആരോപിക്കപ്പെടുന്ന ലിംഗ അസമത്വ നിലപാടുകളും ജീർണതകളും പരിഹരിക്കപ്പെടും. ഇന്ത്യയിലെ വ്യക്തി നിയമങ്ങൾ മതങ്ങൾ ഓരോന്നിന്റെയും ദർശനങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ചിരിക്കുന്നവയാണ്. പ്രത്യേകിച്ച് ജനനം, മരണം, വിവാഹം എന്നിവ ഉൾക്കൊള്ളുന്ന വ്യക്തി ജീവിതത്തിൽ അവരുടെ മത നിയമങ്ങൾക്ക് അനുരൂപകരമായ നിയമങ്ങളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. വിവിധ മതങ്ങൾക്ക് വിവിധ തരം നിയമങ്ങളും ചട്ടങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. ഇന്ത്യയിലെ വ്യത്യസ്ത വ്യക്തി നിയമങ്ങൾ പ്രകാരമാണ് വിവാഹം, പിന്തുടർച്ചാവകാശം, രക്ഷാകർതൃത്വം, ദത്തെടുക്കൽ, മരണപത്രം എന്നിവ സാധുവാക്കുന്നത്. ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ് വിഭാഗങ്ങളുടെ നാട്ടാചാര നിയമങ്ങൾ, ഹിന്ദു ഗോത്ര നിയമങ്ങൾ, ഹിന്ദു, ക്രിസ്ത്യൻ, പാർസി, ജൂത, മുസ്ലിം വ്യക്തി നിയമങ്ങൾ എന്നിവ ഇന്ത്യയിലുണ്ട്. വ്യക്തികളുടെ സാമൂഹിക മത ജീവിതം ഈ വ്യക്തി നിയമങ്ങളിൽ എന്തെങ്കിലും ഒന്നുമായി ചേർന്നാണ് നിലനിൽക്കുന്നത്. വൈവിധ്യവും വൈജാത്യവുമുള്ള മത സാമൂഹിക ജീവിതവും വ്യക്തി നിയമവും പ്രബലമായ പശ്ചാത്തലത്തിൽ ഏകീകൃത സിവിൽ കോഡിൽ ഏത് നിയമമാണ് യാഥാർത്ഥ്യമാക്കുവാൻ പോകുന്നത് എന്ന് വ്യക്തമല്ല. മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യക്തി നിയമങ്ങൾക്ക് പകരം ഏകീകൃത വ്യക്തി നിയമം നടപ്പിലാക്കി എല്ലാ പൗരന്മാരെയും മതാതീതമായ ഒരു പൊതു നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, മരണം, സ്വത്തവകാശം, രക്ഷാകർതൃത്വം എന്നിവയിൽ ഏകീകൃത സിവിൽ കോഡിൽ മത ജാതി വ്യത്യാസമില്ലാതെ പൊതു നിയമം നടപ്പാക്കും എന്നർത്ഥം. ഇത് സാമുദായിക ധ്രുവീകരണവും മതസൗഹാർദ്ദ തകർച്ചയും സൃഷ്ടിക്കുമെന്ന് നിരീക്ഷിക്കുന്നു. വൈവിധ്യങ്ങൾ തകർന്ന് പൗരസമൂഹത്തെ ഏകീകൃത സിവിൽ കോഡിലേക്ക് നയിക്കുമ്പോൾ ഭൂരിപക്ഷ മതത്തിന്റെയും സംസ്കാരത്തിന്റെയും ആധിപത്യമായി പരിണമിച്ചാൽ തകർന്നടിയുന്നത് ന്യൂനപക്ഷ അവകാശ അധികാരങ്ങളും സംസ്കാരവും തനിമയും ആയിരിക്കും. ഇന്ത്യയിൽ പൗരബോധവും രാജ്യസ്നേഹവും നിലനിൽക്കുന്നത് ഏകീകൃത സിവിൽ കോഡിന്റെ നിയന്ത്രണത്തിലല്ലോ എന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഏകീകൃത സിവിൽ കോഡിലെ രാഷ്ട്രീയ തന്ത്രം ന്യൂനപക്ഷ വിരുദ്ധതയും ഏകശിലാമുഖവുമാണ്. ഇത് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന ആപ്തവാക്യത്തെ ശിഥിലീകരിക്കും. ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഭരണഘടന ഉറപ്പ് നൽകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരമ്പരാഗതമായി രൂപപ്പെട്ടവയാണ് മതനിയമങ്ങളും വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളും. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ വ്യക്തി നിയമങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നതും ഏകീകൃത സിവിൽ കോഡിന്റെ അകവും പുറവും വിമർശനപൂർവ്വം നിരീക്ഷിക്കുന്നതും. അതിനാൽ അതിസൂക്ഷ്മ വൈവിധ്യത സൃഷ്ടിച്ചിട്ടുള്ള ഇന്ത്യൻ സമൂഹത്തെ ഏകീകൃത സിവിൽ കോഡിൽ ചേർത്ത് കെട്ടുവാൻ ശ്രമിക്കുന്നതിന്റെ രാഷ്ട്രീയം ഏവരും തിരിച്ചറിയണം. മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ ഇത് യാഥാർത്ഥ്യമാവില്ല. മത വ്യക്തി നിയമങ്ങളിലെ ഉത്തമ അംശങ്ങൾ ക്രോഡീകരിച്ച് ഭാരതത്തെ ഏകോപിപ്പിക്കുന്ന സിവിൽ കോഡിലെ കാണാപ്പുറങ്ങൾ എന്തെല്ലാമായിരിക്കും? ലിംഗ നീതി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഏകീകൃത സിവിൽ കോഡിലെ കാണാക്കാഴ്ചകൾ അനവധിയാണ്. എന്നാൽ ഇതിനേക്കാൾ അഭികാമ്യം വ്യക്തി നിയമ പരിഷ്കരണങ്ങളാണ്. നിയമ നിർമ്മാണത്തിൽ നീതിയും സത്യവും ധർമ്മവും ഉൾക്കൊള്ളുന്ന സാമൂഹിക നവോത്ഥാനമാണ് ശക്തിപ്പെടേണ്ടത്. ബഹുസ്വരതയും മതേതരത്വവും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മഹത്തായ സൗന്ദര്യമാണ് എന്നും നമുക്ക് ഏവർക്കും അറിയാമെങ്കിലും അത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ളത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. അതായത് ഓരോ പൗരനുമാണ്. മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ ഭിന്നതകൾക്ക് അതീതമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക, സ്ത്രീകളുടെ അന്തസ്സിന് കോട്ടം വരുന്ന ആചാരങ്ങളെ പരിച്ഛേദിക്കുക. ഇന്ത്യൻ ഭരണഘടന 51(1)(e) ഇത് എടുത്തു പറയുന്നുണ്ട്. നാം ഇത് കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുവെങ്കിൽ നമുക്ക് മത സൗഹാർദ്ദത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കത്തക്ക രീതിയിലുള്ള ഒരു സർക്കാരിനെയാണ് നാം ഇനിയും ഇലക്ഷനിൽ അവരെ ഇലക്ട് ചെയ്ത് മുമ്പോട്ട് വിടേണ്ടത്. കാരണം ഇന്ത്യയിൽ നമുക്ക് വേണ്ടത് ശാന്തിയും സമാധാനവുമാണ്. ആ ശാന്തി സമാധാനവും ആര് പ്രദാനം ചെയ്യുന്നുവോ അവരായിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും പ്രതിനിധി. അതായത്
ജാതി മത രാഷ്ട്രീയം നോക്കാതെ നാം ഓരോരുത്തരും വിദ്യാസമ്പന്നരായ മതേതരത്തെ പിടിച്ചു നിർത്തുന്ന വ്യക്തികളെ ആണ് നമ്മൾ ഇലക്ട് ചെയ്ത് നിയമസഭയിലേക്കും ലോകസഭയിലേക്കും വിടേണ്ടത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.